മഞ്ഞു മാതാവിൻ്റെ കത്തീഡ്രൽ. ഇതങ്ങനെ പറയാൻ കാര്യം ഇവിടുത്തെ പഴയ ഒരു മാർപ്പാപ്പ ഒരു സ്വപ്നം കണ്ടു. അതായത് സെപ്റ്റംബർ ഒക്ടോബറിൽ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ പള്ളിയുടെ പരിസരത്ത് ഇവിടെ ഒന്ന് മഞ്ഞ് പെയ്തെങ്കിലൊരു സ്വപ്നം കണ്ടു. അതിൻ്റെ ഇതായിട്ട് ഉണ്ടാക്കിയ ഒരു ദേവാലയമാണ് ഇത്. മദർ മേരിയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഇതിവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഓരോന്നായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നല്ല വ്യൂ മുകളിലത്തെ മഞ്ഞു മാതാവിൻ്റെ പള്ളിയുടെ ഒരു പ്രത്യേകത, ഇവിടെ ഉണ്ണീശോയുടെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട്. അതിൻ്റെ താഴത്തെ ഉടൻ ഇത് ബേസിലിക്കയിൽ പുൽത്തൊഴുത്തിലത്തെ തടി കഷ്ണമാണ് അതിൻ്റെ അടിയിൽ വെച്ചേക്കുന്നത്. അത്രയും വർഷം പഴക്കമുള്ള തടിയാണ് അതിൻ്റെ അടിയിൽ വെച്ചേക്കുന്നത്. അതാണ് ഈ പള്ളിയുടെ ഒരു ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഭയങ്കര ഭംഗിയാണ് അത് വെച്ചേക്കുന്നത്. ഈ മഞ്ഞുമാതാവിൻ്റെ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പോപ്പ് ഔട്ട്സൈഡ് ഇറ്റലി പോവുകയാണെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചും റൂമിലോട്ട് വരുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പാപ്പ. അങ്ങനെ ഇവിടെ ഉള്ളവർ പറയുന്നത്. അതായത് പിന്നെ ആദ്യത്തെ കുർബാന ആദ്യമായിട്ട് മാർപ്പാപ്പ ആയതിനു ശേഷം ആദ്യമായിട്ട് സർവീസ് നടത്തിയത്, കുർബാന നടത്തിയത് ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വേറെ ദേവാലയത്തിൽ പോയി പാപ്പ കുർബാന നടത്തിയതെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ചേർച്ചാണിത്. കത്തീഡ്രലാണ് ശരിക്കും പറഞ്ഞാൽ. ആ മഞ്ഞുമാതാവിൻ്റെ പള്ളിയുടെ ഇവിടെ വെച്ചേക്കുന്ന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഉണ്ണീശോയെയും പിടിച്ചു നിൽക്കുന്ന ഈ ഫോട്ടോ, അതായത് പൗലോസ് പത്രോസ്ലീഹന്മാരുടെ കാലത്ത് ഉള്ള ഫോട്ടോ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പഴയ ഒത്തിരി പഴയ ഫോട്ടോയാണത്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടുത്തെ പള്ളികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് വെച്ചേക്കുന്നതും കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ മഞ്ഞ ദേവാലയത്തിൻ്റെ ഇത് വേറൊരു ഹോളാണ്. അതിൻ്റെ മുൾവശം കണ്ട നമ്മൾ അതിശയിച്ചു പോകും. ഭയങ്കര ഹൈറ്റും ഉണ്ട്, പക്ഷെ അതിലെല്ലാം വർക്ക് ചെയ്ത് വെച്ചേക്കും അവർ. ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ബസിലിക്ക കണ്ടു കഴിഞ്ഞപ്പം അതാ നല്ലതെന്ന് വിചാരിച്ചത്. പക്ഷേ ഓരോരോ കത്തീഡ്രൽ കാണുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് അവിടുത്തെ ആർട്ട് വർക്ക്. റൂഫിലാണ്, പക്ഷെ നമുക്ക് താഴെ നിന്നാലും നല്ല ക്ലിയർ ആയിട്ട് ആ പിക്ചർ മനസ്സിലാവും. അത്രയ്ക്ക് നല്ല വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടുത്തെ. അതാണ് വർക്കിൻ്റെ പ്രത്യേകത. ഉണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത്
സെൻറ്റ് ജോൺസ് വത്തിക്കാനായിരുന്നു. അതായത് ഇപ്പോഴത്തെ വത്തിക്കാൻ സിറ്റി 700 ഇയേഴ്സ് പഴക്കമുള്ളതാണ്. ഇത് അതിലും പഴക്കമുള്ളതാണ്. ഇതിനകത്തൊരു ഡോറുണ്ട്. ആ ഡോറ് 25 ഇയേഴ്സിന് ശേഷം ഇടയ്ക്ക് തുറക്കുള്ളൂ. ആ ഒരു ഡോറാണ് ഇത്. ഓക്കെ, ഇത് പറയുന്നത് ക്രിസ്ത്യാനിറ്റി വന്നേ പിന്നെ ഉള്ള ആദ്യത്തെ പള്ളിയാണിത്. സെൻറ്റ് ജോൺസ് പള്ളി എന്നാണ് എൻ്റെ പേര്. ഇതിൻ്റെ റൂഫാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എൻ്റെ സൈഡിലും എല്ലാം നല്ല, ഇതൊക്കെ ഒരു സ്നേഹന്മാരുടെ ആണോ അതോ ശിഷ്യന്മാർ? എല്ലാ ശിഷ്യന്മാരുടെയും ഇതിങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മദ്ബഹ. ഞാനത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് എന്നിട്ട് എടുത്തു തരാം. പറഞ്ഞല്ലോ 12 ശിഷ്യന്മാരുടെ വെച്ചിട്ടുണ്ട്. താഴെ എല്ലാത്തിൻ്റെയും പേര് എഴുതുന്നത് ബർത്തലോമായി. പിന്നെ ഇത് മാത്യു. അങ്ങനെ എല്ലാ സ്ത്രീഹന്മാരുടെയും ഓരോരോ വലിയ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഇത് ഫിലിപ്പീസ്. ഇപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് ആ മദ്ബായുടെ ആ ഭാഗത്തോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. 2 സൈഡിലും എല്ലാ ശിഷ്യന്മാരുടെയും വലിയ വലിയ ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾവശവും നല്ല ഭംഗിയാണ്. ഇവിടുത്തെ എല്ലാ പള്ളികളിലെയും മുകളിലത്തെ പെയിൻറ്റിങ്സ് ഭയങ്കര ഭംഗിയാണ്. ഇത് സെൻറ്റ് തോമസ്. സെൻറ്റ് തോമസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അത് അടുത്തെത്തി, മദ്ബഹയുടെ അടുത്തെത്തി. അതായത് മദ്ബഹയുടെ അകത്താണ്. എൻ്റെ മുകളിൽ ലാസ്റ്റ് സപ്പറിൻ്റെ പടം വെച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ പള്ളിയാണിത്. ക്രിസ്ത്യാനിറ്റി രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ പള്ളിയുടെ അകത്ത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് ഊഹിക്കാം. ഇപ്പുറത്തൂടെ കുർബാന നടക്കുന്നത് കണ്ട ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചേക്കുന്ന ഒരു ചെയർ. അതാണ് പോപ്പിൻ്റെ സിംഹാസനം. അവിടെ ഇരുന്നാണ് പോപ്പ് റൂൾ ചെയ്തിരുന്നത്. പിന്നെ താഴത്തെ ഗ്രാനൈറ്റൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഫ്ലോറിൽ ഭയങ്കര ഭംഗിയായിട്ട് ഇട്ടേക്കുന്നതാണ്. പല കളേഴ്സിലും ഇതുമെല്ലാം അതിൻ്റെ ഫ്ലോർ കണ്ടു. പിന്നെ റൂഫ് ടോപ്പാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഗോൾഡിൽ ചെയ്തേക്കുന്നതാണ്. അതും ഇങ്ങനെ വെറും ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ടുള്ള പെയിൻറ്റ് പോലെയല്ല, നല്ല കട്ടിക്കാണ് ഗോൾഡ് വെച്ച് ഓരോ ഇത് പണിതെടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ നടുക്കൊരു മദ്ബഹ പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചറാണിത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ കുറേ ഉണ്ട്. എനിക്ക് അതിൻ്റെ കുറേ ഹിസ്റ്ററി ഒന്നും അറിയില്ല. ഇവിടെ നിന്ന് പറഞ്ഞു തന്നൊരു അറിവേ എനിക്കുള്ളൂ. ശരിക്കുള്ള ഹിസ്റ്ററി ശരിക്കും ബൈബിൾ സ്റ്റഡി ചെയ്താലേ, ഫുൾ സ്റ്റഡി ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അതിന് ഇവിടെയൊക്കെയാണ് മാസ് നടക്കുന്ന സ്ഥലം, ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. ഇവിടെ പിന്നെ പിയാനോ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പിയാനോയുടെ ഓരോ ഇത്. അത് പിയാനോ വായിക്കുമ്പോൾ ഇതിലെയാണ് സൗണ്ട്സ് കേൾക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നല്ല വലിയൊന്നും നമുക്ക് പുറമേ നോക്കിയത് പിയാനോ ഒന്നും പറയത്തില്ല. പിന്നെ സൈഡിലൊക്കെയുള്ള പെയിൻറ്റിങ്സ് എല്ലാം ഒറിജിനൽ മൈക്കൽ ആഞ്ചലോയുടെ പെയിൻറ്റിങ്സ് ആണെന്നാണ് പറയുന്നത്.
ഇത് മോസസിൻ്റെ പടമാണ്, അല്ല പ്രതിമയാണ്, കണ്ടോ. ഇതിവിടെ വേറൊരു കത്തീഡ്രലിൽ തന്നെയാണ്. ഇതെല്ലാം 2000 വർഷം പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് മോസസിൻ്റെ പടമാണ്, അല്ല പ്രതിമയാണ്, കണ്ടോ. ഇതെവിടെ വേറൊരു കത്തീഡ്രലിൽ തന്നെയാണ്. ഇതെല്ലാം 2000 വർഷം പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത്.